ബഹുമാനം എന്നുള്ളത് പരസ്പര പൂരകങ്ങളാണ്. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്. ഏതായാലും ഇവിടെ വന്ന് ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. താങ്കൾ എന്തിട്ടും പൂരിപ്പിച്ചോ, താങ്കളുടെ രീതി അനുസരിച്ച് പൂരിപ്പിച്ചോ, ഞങ്ങളിപ്പോ പൂരിപ്പിക്കാൻ കുമാർ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാചകങ്ങളാണ് പെട്ടെന്ന് എല്ലാവരും ഞെട്ടിച്ചത്. അങ്ങനെ ഒരു പ്രയോഗം മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ഡാഷ് മോനെ എന്നൊക്കെ പ്രയോഗിക്കുമ്പോൾ അവിടെ എന്തു വെച്ചും ഫില്ല് ചെയ്യാന്നുള്ളതാണല്ലോ, അതൊരു തെറി പ്രയോഗമായിട്ടാണ് പൊതുവേ നമ്മൾ മനസ്സിലാക്കാറ്. ശരിയാണ്, രേവന്ത് റെഡ്ഡി ഇവിടെ നടത്തിയ പ്രസംഗം, പൊതുയോഗത്തിൽ നടത്തിയ പ്രസംഗത്തിനപ്പുറം മുഖ്യമന്ത്രിയുടെ ലെറ്ററിൽ, ഒഫീഷ്യൽ ലെറ്ററിൽ നടത്തിയ പ്രയോഗം കൂടി ആ പറഞ്ഞ നീ പോ മോനെ വിജയ എന്നുള്ളതാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ അതിന് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നോ വേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. അതിനാദ്യം മറുപടിയായിരുന്നു. പിന്നെ എങ്ങനെയാണ് വേണ്ടിയിരുന്നത് എന്ന് കൂടി നിങ്ങൾ സൂചിപ്പിച്ച നമുക്ക് ചർച്ച എളുപ്പമായിരുന്നു. ബഹുമാനം എന്നുള്ളത് പരസ്പര പൂരകങ്ങളാണ്. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്. ബഹുമാനം കൊടുത്താൽ മാത്രമേ ബഹുമാനം തിരിച്ചു പ്രതീക്ഷിക്കാൻ കഴിയൂ. ഇപ്പോൾ ഒരു സിനിമ ഡയലോഗൊക്കെ കേരളത്തിലുണ്ട്. നേരത്തെ തന്നെ നമ്മളൊക്കെ പല ചർച്ചകളിലൊക്കെ കേട്ടിട്ടുണ്ട്, പല സിനിമയിലും കേട്ടിട്ടുണ്ട്. അത് പോ മോനെ ദിനേശ എന്നാണ്, പോ മോനെ വിജയ എന്നല്ല. പോ മോനെ വിജയ, നിന്റെ കാലം എണ്ണപ്പെട്ടിരിക്കുന്നു എന്നത് ഉൾപ്പെടെ ഞാൻ ബാക്കി പറയുന്നില്ല. ആ പറഞ്ഞ രീതിയും ശരീരഭാഷയും പ്രയോഗത്തിൻ്റെതായിട്ടുള്ള രീതിയുമെല്ലാം ഒരിക്കലും ഒരു സംസ്കാരത്തിനും യോജിച്ചതല്ല. അത്തരത്തിൽ മറ്റൊരു മുഖ്യമന്ത്രി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ അത് എഴുതി പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അത് ഒരു ഭരണഘടനാ തലവൻ എന്ന രൂപത്തിൽ ഒരു മുഖ്യമന്ത്രി, ഒരു ഭരണഘടനാ സ്ഥാപനം വഹിക്കുന്ന ഒരാൾ മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ യാതൊരു തരത്തിലുള്ള ബഹുമാനമില്ല എന്ന് മാത്രമല്ല, യാതൊരു തരത്തിലുള്ള സംസ്കാരമില്ലായ്മയുടെ ഭാഗമായിട്ട് അത്തരം പ്രയോഗിക്കുമ്പോൾ ചുട്ട മറുപടി കിട്ടും. അത്തരത്തിൽ മറുപടി കൊടുക്കേണ്ടി വരും. അത് കൊടുത്തു എന്ന രൂപത്തിൽ തന്നെ കണ്ടാൽ മതി. പിന്നെ അങ്ങ് സൂചിപ്പിച്ചു നേരത്തെ ചെറ്റത്തരം എന്ന് പറഞ്ഞു എന്ന്. അവിടെ മുൻ KPCC പ്രസിഡന്റ് അതിൽ ആദ്യം പറഞ്ഞ തരമില്ലാതെ ചെറ്റ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പൺ പ്രസംഗത്തിലടക്കം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ച് വീണ്ടും വീണ്ടും പലതവണ പ്രസംഗിച്ചപ്പോഴും ഒരു മാധ്യമവും വെച്ചൊന്നും നടത്തിയില്ല. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരെ എന്തും വിളിക്കാം, എന്തു പ്രയോഗങ്ങളും അങ്ങ് കൃത്യമായിട്ട് ഉപയോഗിക്കാം, എത്ര രൂപത്തിൽ അതിരുകടന്ന് വിമർശിക്കാം. അവർ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് കൃത്യമായിട്ട് അങ്ങ് ക്ഷമിച്ചിരുന്നോളണം. ബാക്കി ഒരു തരത്തിലും പ്രതികരിക്കാൻ പാടില്ല. പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് ദിവസങ്ങൾ വൈകുന്നേരം ഇങ്ങനെ ചർച്ച സംഘടിപ്പിക്കാം, ഇടതുപക്ഷത്തെ ആക്രമിക്കാം എന്ന രൂപത്തിലാണെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. ഏതായാലും ഇവിടെ വന്ന് ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. കേരളത്തിൽ പൊതുയോഗത്തിൽ വരാം, രാഷ്ട്രീയം സംസാരിക്കാം, ഏത് തരത്തിലും രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കാം. പേരെടുത്ത് ഒരു തരത്തിലും സംസ്കാരം തൊട്ടു തീടാത്ത തരത്തിൽ അത്തരത്തിൽ പ്രയോഗിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള മറുപടി എന്ന രൂപത്തിലാണ്. ഞങ്ങൾ അതിന് വലിയ പ്രാധാന്യമൊന്നും കാണുന്നില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കുട്ടിക്കലാശം പൂർത്തീകരിച്ചു. ഇനി സൈലന്റ് ഡേ ആണ്. കേവലം ഒരു 36 മണിക്കൂറാണ് ഇനി തെരഞ്ഞെടുപ്പിനുള്ളത്. എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം സമാനതകളില്ലാത്ത മുന്നേറ്റം വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയത് ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ച് വരുന്ന 5 കൊല്ലത്തേക്ക് 950 കാര്യങ്ങളടങ്ങുന്ന പ്രകടന പത്രികയും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടാണ് ലോക നിലവാരത്തിലേക്ക് കുതിച്ചു മുന്നേറിയ കേരളത്തെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്നത്. ആ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിന് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ കിട്ടും. ഇതിന് മുമ്പെങ്കുമില്ലാത്ത വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ. 10 വർഷത്തെ ഭരണ തുടർച്ചയുടെ ഭാഗമായി ഒരു ഭരണവിരുദ്ധ വികാരവുമില്ല. ഒരു ഭരണവുമായി ബന്ധപ്പെട്ട കാര്യവും UDF ചർച്ചയ്ക്ക് ഉയർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് വ്യക്തമാണ്. കുമാർ, ഇപ്പോൾ ഇന്ന് വിവാദമായ മറ്റൊരു സംഭവം എന്നുള്ളത് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഒരു ഓഡിയോ പുറത്തു വന്നു എന്നുള്ളതാണ്. വളരെ മുമ്പുള്ള ഓഡിയോ ആണ് എന്ന് പറയുമ്പോഴും ആ ഓഡിയോയിൽ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളാണ് പുറത്തു വരുന്നത്. അത് മുന്നണിയിൽ എങ്ങനെ പ്രശ്നമാക്കിയെന്ന് എനിക്കറിയില്ല. നേരത്തെ അത് പുറത്തു വന്നിട്ടുള്ള ഒരു കേട്ടിട്ടുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പക്ഷേ ഓഡിയോ കിട്ടിയത് മാത്യു കുഴൽനാടൻ പുറത്തു വിടുകയാണ്. അവിടെ പ്രളയവുമായി ബന്ധപ്പെട്ട് ഇവിടെ മനുഷ്യനിർമ്മിത പ്രളയമാണ് എന്ന് പറയുമ്പോൾ പ്രളയമുണ്ടാക്കിയത് ഞങ്ങളാണോ എന്ന വാദം ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ അതിൽ സഭയിൽ ഈ വിഷയത്തിൽ ചർച്ച നടന്നതാണ്. പ്രളയമുണ്ടാക്കിയത് മഴയുണ്ടാക്കിയ സർക്കാരാണെന്നല്ല. മഴയുണ്ടാകുമ്പോൾ ഡാമിൽ വെള്ളം നിറയും. ആ വെള്ളം എങ്ങനെയാണ് തുറന്നു വിട്ടത് എന്നുള്ളത് നമുക്കറിയാം. അർദ്ധരാത്രി തുറന്നു വിട്ടിട്ട് ചെങ്ങന്നൂരിൽ നമുക്കറിയാലോ, സജി ചെറിയാൻ പോലും വന്ന് കരഞ്ഞു വിളിച്ച് പറഞ്ഞതൊക്കെ നമ്മുടെ മുന്നിലില്ലേ. അപ്പോൾ ഉണ്ടായൊരു സംഭവമാണ്. പക്ഷെ അതിന് പിന്നിൽ അഴിമതിയുണ്ട് എന്ന ആരോപണം ഇപ്പോൾ പുറത്തു വരുമ്പോൾ അതൊരു AI ശബ്ദമാണ് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ അരുൺകുമാർ? ഞാൻ അതിലേക്ക് വരാം. ഈ ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ കലാശക്കൊട്ടിൻ്റെ അന്ന് വൈകുന്നേരം ഒരു രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ പറ്റാതെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം ഇത്തരത്തിലുള്ള വിവാദങ്ങൾ, അതും സ്വയമായി സൃഷ്ടിച്ചെടുത്ത വിവാദം, എന്താ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന വിവാദം, അതിന് മറുപടി പറഞ്ഞതാണല്ലോ ചർച്ചയ്ക്ക് വിഷയം. ഇത്തരത്തിൽ ഒരു ദയനീയ അവസ്ഥ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന വിമർശനം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞു, പറയാൻ പറ്റാത്ത കാര്യം ചിന്തിക്കാം. അത് ചിന്തിച്ചോട്ടെ, ജനം ചിന്തിച്ചോളും. സൃഷ്ടിച്ചത്
ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഈ ചാനൽ മുന്നോട്ട് വയ്ക്കുന്ന ഒന്നും ജനം ചിന്തിക്കില്ല. അത് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ 99 സീറ്റോടെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് പിണറായി വിജയൻ തുടർച്ചയായിട്ട് കേരളം ഭരിച്ചു. നിങ്ങൾ 2020 ഓക്കെ ഞാൻ പറയട്ടെ ഉറപ്പ് 2020 ഓഗസ്റ്റ് മുതൽ നിങ്ങൾ 2021 ഏപ്രിൽ വരെ 8 മാസം തുടർച്ചയായി ചർച്ച നടത്തിയില്ലേ? അന്തിച്ചർച്ച കൊഴുപ്പിച്ചില്ലേ? എത്ര എഡിറ്റോറിയൽ എത്ര എഴുതി പത്രങ്ങൾ? എന്നിട്ട് എന്തിയെ? ജനം ചാനലുകൾ കേട്ടോ? കാസർഗോഡ് MP പറയുന്നുണ്ട്, കോൺഗ്രസിന്റെ MP, നിങ്ങൾ ചാനലുകൾ എന്ന് പറഞ്ഞ് ഈ ഒന്നാമത് നിൽക്കുന്ന ചാനലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, സഖാവ് പിണറായി വിജയനെ നിങ്ങൾ എത്ര തെറി പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ പറയുന്നത് ജനം കേട്ടോ എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്ന വീഡിയോ ഞാൻ അയച്ചു തരാം. ജനം ഇതൊന്നും കേൾക്കില്ല. ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. ഇവിടെ ശ്രീ ചേക്കൂട്ടി എന്താ പറഞ്ഞേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞു തെറ്റ്, പക്ഷെ രേവന്ത് റെഡ്ഡിയെ പറ്റി ഒരു വാക്ക് അദ്ദേഹം ഉച്ചരിച്ചില്ല. ഇദ്ദേഹം പിണറായി വിജയനെതിരെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞാൽ ലോകം ഇടിഞ്ഞു വീഴും. അതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷെ മറ്റൊരു രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞല്ലോ രണ്ടുപേരും പറയാൻ. കാരണം ആദ്യം ഇങ്ങോട്ട് പറഞ്ഞപ്പോഴല്ലേ മറുപടി അങ്ങ് തിരിച്ചു പറഞ്ഞേ. ഞങ്ങൾ പറഞ്ഞല്ലോ ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാ. ദീപ്തി മേരി വർഗീസ് എന്താ പറഞ്ഞേ? അവിടെ പറയാത്ത വാചകം, ജി സുധാകരനെ ഇന്ന വാക്ക് വെച്ച് വിളിച്ചു. ജി സുധാകരൻ പറഞ്ഞ മറ്റു വാക്കുകളുണ്ടല്ലോ. നിങ്ങളുടെ KPCC പ്രസിഡന്റിനെ പ്രതിപക്ഷ നേതാവ് അഡ്രസ് ചെയ്ത വാക്കെന്താ? ഞാൻ പറയണോ? അപ്പൊ നിങ്ങൾ ഞാൻ പറയില്ല ചെയ്തു എന്ന മട്ടിലാണോ? അങ്ങനെയാണോ? അല്ല, ഒരു വ്യത്യസ്തമില്ല. അവര് വിളിച്ചല്ലാന്ന്. KPCC പ്രസിഡന്റിനെ പ്രതിപക്ഷ നേതാവ് വിളിച്ചത്. പ്രതിപക്ഷ നേതാവിനെ KPCC പ്രസിഡന്റ് വിളിക്കുമ്പോൾ താങ്കൾക്ക് എന്താ അത്ര പൊള്ളണ? എന്താ? ഞങ്ങളല്ലാന്ന്. ഞങ്ങൾ ആ ചിത്രത്തിലില്ല. ആ വാക്ക് താങ്കൾക്ക് അറിയോ? നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും ഞാൻ ആ വാക്കൊന്നും പറയൊന്നുമില്ല. ചില കാര്യങ്ങളിൽ മറവി സംഭവിക്കുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നമ്മൾ ചർച്ച ചെയ്തതാണ്, 2-3 ദിവസമൊക്കെ ചർച്ച ചെയ്തതാണ്. അല്ല, എന്താ ശ്രീമതി സ്മൃതി പൊരുത്തിക്കാട്, ഓർമ്മക്കുറവൊക്കെ ചിലപ്പോൾ ആർക്ക് വരും. ഇത് ഓർമ്മക്കുറവൊന്നുമല്ല. ആ വാക്കൊക്കെ വെച്ച് അഡ്രസ്സ് ചെയ്യുന്നത് ഞങ്ങളുടെ സംസ്കാരമാണ്. ഞങ്ങൾ സ്നേഹം വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും ഈ വാക്കൊക്കെ ഉപയോഗിക്കണേന്ന് പറഞ്ഞ ആരാ? താങ്കളൊക്കെ ഏറ്റവും ബഹുമാനിക്കുന്ന പ്രതിപക്ഷ നേതാവാ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ഏത്? ഞങ്ങൾ ദേഷ്യം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഈ വാക്കാ ഉപയോഗിക്കണത്. ഞാൻ പറയാനുള്ള ആ വാക്ക് ഇതൊക്കെ കോൺഗ്രസിന്റെ സംസ്കാരം. അതുകൊണ്ട് പുറത്തുനിന്ന് ഒരു മുഖ്യമന്ത്രി 2 വർഷമല്ലേ മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ. ഈ പിണറായി വിജയന് എന്തിട്ടും പൂരിപ്പിച്ചോ, താങ്കൾ എന്തിട്ടും പൂരിപ്പിച്ചോ, താങ്കളുടെ രീതി അനുസരിച്ച് പൂരിപ്പിച്ചോ. ഞങ്ങളിപ്പോ പൂരിപ്പിക്കാൻ പക്ഷേ പുറത്തുനിന്ന് ഒരു മുഖ്യമന്ത്രി ഇവിടെ വന്ന് കേരളത്തിന്റെ സംസ്കാരവും രീതി അനുസരിച്ച് എന്നാ ജനങ്ങളുടെ ഒരു രീതിക്കും കുഴപ്പമില്ല. ജനങ്ങൾക്ക് കുഴപ്പമില്ല. കുറെ നാളായില്ലോ, നിങ്ങൾ 10 കൊല്ലായില്ലേ ചർച്ച തുടങ്ങിയിട്ട്. അല്ല പിണറായി അല്ല ഒറ്റ അതെ, ഞങ്ങൾക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, നിങ്ങൾ ചാനലിലെ AC റൂമിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നല്ലേ. ഞങ്ങളുടെ 10,000-കണക്കിന് ജനങ്ങളുടെ ഇടയിൽ ഈ കഴിഞ്ഞ 10 ദിവസമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ഞങ്ങൾ കടന്നു തന്നെ. അതുകൊണ്ട് ഏത് വാക്കിട്ട് താങ്കൾ പൂരിപ്പിച്ചോ. കാരണം കുറെ നാളായി നിങ്ങൾ ഈ പിണറായി വിജയനെ അല്ല ഞാൻ പറയാം സഖാവ് പിണറായി വിജയനെ അങ്ങ് വേട്ടയാടി അങ്ങ് വെട്ടി നുറുക്കി കൊല്ലാൻ വേണ്ടി അങ്ങ് ഉപ്പ് തേച്ചങ്ങ് മുളകും ഉപ്പും തേക്കാൻ വേണ്ടി നിങ്ങൾ കുറെ നാളായിട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ കയ്യിലിരുന്നാൽ മതി. ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾക്ക് കൃത്യമായിട്ട് തീരുമാനിക്കാനുള്ള ബോധ്യമുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പോലും ഒരൊറ്റ രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യാൻ നിങ്ങൾ ഭയപ്പെടുന്നു, നിങ്ങൾ പേടിക്കുന്നു. നിങ്ങളുടെ പേടി കോൺഗ്രസിന്റെ പേടിയാണ്, നിങ്ങളുടെ പേടി BJPയുടെ പേടിയാണ്. ഇത്തരം ഒരു മറുപടിക്ക് തിരഞ്ഞെടുത്തത് രാഷ്ട്രീയ വിഷയം എന്താണ് ചർച്ച ചെയ്തുകൂടായിരുന്നു? രാഷ്ട്രീയ വിഷയം പറഞ്ഞുകൂടായിരുന്നു? രേവന്ത് റെഡ്ഡി പറഞ്ഞതുകൊണ്ട് പറയാൻ വേറെയും ഇഷ്ടം പോലെ വാചകങ്ങളും താങ്കൾക്ക് എന്താ അത്ര ബുദ്ധിമുട്ട്? അല്ല, എനിക്ക് ബുദ്ധിമുട്ടല്ല, എന്റെ ചോദ്യമാണ്. നീ പോ മോനെ വിജയ. അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ ചോദ്യത്തിനൊക്കെ ഒരു നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടേ പോകൂ. ഇത്രയും തിരക്കുള്ള ദിവസം 1 മണിക്കൂർ റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ചയ്ക്ക് വന്നിരുന്നെങ്കിലേ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയും. നീ പോ മോനെ വിജയൻ. നീ വിജയ നിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. വിജയ നിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു എന്നൊരു പുറത്തുനിന്ന് ഒരാൾ വന്ന് പറഞ്ഞ ശരി സമ്മതിച്ചു എന്ന് പറയണോ? അതൊക്കെ അങ്ങ് പണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊന്നുമല്ല, കൃത്യമായിട്ടുള്ള മറുപടി പറയും. അത് കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടിയാണ്. ജനങ്ങളുടെ മറുപടിയാണ്. പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റിനെ അഡ്രസ് ചെയ്ത വാക്കല്ല ഇത്. അത് അദ്ദേഹത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അങ്ങ് അത് ഏറ്റെടുത്തോളൂ, നിങ്ങൾ പാർട്ടി ഏറ്റെടുത്തോളൂ. അത് മുഴുവൻ ജനങ്ങളുടെയാണ്. അവകാശവാദം അങ്ങേക്ക് എങ്ങനെ നടത്താനാകും? ജനങ്ങളിൽ പെടുന്ന ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജനങ്ങളിൽ പെടുന്ന ബാക്കി 3 പേർക്കും ആ അഭിപ്രായമില്ലല്ലോ. ഞാൻ എന്നെയും കൂടെ ചേർക്കും. അപ്പൊ 4 പേർക്കും ആ അഭിപ്രായമില്ല. അത് മോശമായി പോയി എന്നുള്ളതാണ്. രേവന്ത് റെഡ്ഡിയുടെയും മോശമായി പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അരുൺകുമാർ. അതിൽ ന്യായമൊന്നുമില്ല. ഞാൻ ചോദിച്ചത് അതിന് പറഞ്ഞ മറുപടി ശരിയായ പ്രയോഗമായിരുന്നു എന്നുള്ളതാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. അങ്ങേക്ക് പറയാൻ ഉത്തരവാദപ്പെട്ട മറുപടി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ചോദിക്കാനുള്ളത്. ദീപ്തിയോട് ചോദിച്ചല്ലോ. 100% അത് കറക്റ്റ് മറുപടി. അതിന് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച മറുപടിയാണ്. എടാ വിജയ നിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഇവിടെ പൊളിറ്റിക്കൽ ആരോപണമാകാന്ന്. എന്ത് ആരോപണമൊക്കെ ഇപ്പൊ എന്താ ദീപ്തി മേരി വർഗീസ് പറഞ്ഞ എന്താ? അങ്ങ് അവിടുത്തെ മുഖ്യമന്ത്രി അങ്ങ് തകർക്കുക. ആ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ഞങ്ങൾ ഉന്നയിച്ചു. എന്താ ഉന്നയിച്ചേ? സ്ത്രീകൾക്ക് മാസം 2,500 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 2 കൊല്ലമായി കൊടുത്തോ?
അതുപോലെ 1 ഏക്കർ 2,000 രൂപ കൊടുക്കുന്നു പറഞ്ഞു, കൊടുത്തില്ല. അതുപോലെ പട്ടികജാതി പട്ടികവർഗത്തിന് 12 ലക്ഷം രൂപ കൊടുക്കുന്നു പറഞ്ഞു, കൊടുത്തില്ല. പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ വിവാഹത്തിന് 1 ഗ്രാം സ്വർണം കൊടുക്കുന്നു പറഞ്ഞു, കൊടുത്തില്ല. പറഞ്ഞ 6 കാര്യവും ചെയ്തില്ല. അതുപോലെ തന്നെ റിട്ടയറായ ആളുകൾക്ക് 26 മാസത്തെ പെൻഷൻ കുടിശ്ശികണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്. ഈ സത്യം ഞങ്ങൾക്ക് പറയാനാ, ഒരാളെയും ഭയപ്പെടേണ്ട. ഇവിടെ ആ ചൂരൽമല മുണ്ടക്കൈയിലെ വീടിനെ കുറിച്ച് ചർച്ച ചെയ്യരുത്, പിരിച്ച പണത്തെ കുറിച്ച് ചർച്ച ചെയ്യരുത്, പറഞ്ഞ വാഗ്ദാനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യരുത്, ഇട്ട കല്ലിനെ കുറിച്ച് ചർച്ച ചെയ്യരുത്. അത് ചർച്ച ചെയ്യാതിരിക്കാനായിട്ട് വിവാദങ്ങളും ഉയർത്തിക്കൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് വളരെ മോശമായ സംസ്കാരം തീണ്ടാത്ത വാക്ക് ഇവിടെ വന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ തിരിച്ചു പറഞ്ഞു. നരേന്ദ്രമോദി പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ശിവരാജ് സിംഗ് ചൗഹാൻ ഇവിടെ വന്നിട്ട് വർഗീയത പ്രസംഗിച്ചിട്ടുണ്ട്. ഇതിലൊന്നും തന്നെ നിങ്ങൾക്ക് ഒരു പരാതിയില്ല. നിങ്ങൾ ഈ തെലങ്കാന മുഖ്യമന്ത്രിക്ക് നേരെ പിടിച്ചിരിക്കുകയാണ്. ഇവിടെ വന്ന ഒരു സിനിമാ ഡയലോഗ് പറഞ്ഞു പോയി അയാളങ്ങ് പോട്ടെ എന്ന് കരുതാതെ അതിന് പിന്നാലെ ഈ രൂപത്തിലുള്ള മറുപടി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മറുപടി കൊടുക്കണമെന്നേ. മോദിക്ക് മറുപടി കൊടുക്കണം, ശിവരാജ് സിംഗ് ചൗഹാന് മറുപടി കൊടുക്കണം, ശോഭാ കരന്തലച്ചിക്ക് മറുപടി കൊടുക്കണം. ആ മറുപടി ഒന്നും കണ്ടില്ല. ആ മറുപടി ഇവിടെ കണ്ടിട്ടില്ല. പകരം ഇവിടെ മറ്റു വർഗീയ പ്രസംഗം വിജയരാഘവന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. വിജയരാഘവൻ പ്രസംഗിച്ചത് ലീഗ് കൂടുതൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നത്, അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഇവിടുത്തെ സാമൂഹ്യ ജീവിതത്തിന് കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലാകും എന്നാണ് പറയുന്നത്. അതായത് മുൻപ് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടത് ഇവിടെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾ ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞതാണ് വിവാദമാക്കുന്ന. ആലോചിക്കണം, ഇവിടെ കൂടുതൽ മന്ത്രിസ്ഥാനം ലീഗ് ആവശ്യപ്പെട്ടാൽ ഇവിടെ എന്തോ സാമൂഹ്യ സ്ഥിതിക്ക് മാറ്റം വരുമത്രേ. അപ്പോൾ ഇത് ആരെ ഉദ്ദേശിച്ചിട്ടാണ്, എന്ത് കുത്തിത്തിരിപ്പാണ് ആ പ്രയോഗത്തിൽ ഉദ്ദേശിക്കുന്നത്? നേരത്തെ വിജയരാഘവൻ ഇത് നടത്തിയിട്ടുണ്ട്, മറക്കണ്ട. മലപ്പുറത്ത് എന്ന് പ്രസംഗിച്ച് നമ്മുടെ മുന്നിലുണ്ട്. മലപ്പുറത്ത് എന്താണ് പ്രസംഗിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ കേരളത്തിൽ സാമൂഹ്യ ജീവിതത്തിന് മാറ്റമുണ്ടാക്കും ലീഗ് കൂടുതൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടാൽ എന്ന് പ്രസംഗിക്കുന്നത്, അത് ആരുടെ പ്രയോഗങ്ങളുമായി ചേർന്ന് പോകുന്നതാണ് ശ്രീ അരുൺകുമാർ? ഞാൻ അതിലേക്ക് വരാം. ഒറ്റ കാര്യം, ഞാൻ താങ്കൾക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. ആ വീഡിയോ കവിതയുടെ നേതാവ് കവിത പറഞ്ഞതല്ലേ? ശരി, ആ കവിതയുടെ അച്ഛനുമായിട്ടാണ് നേരത്തെ സഖ്യമുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചത്. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പരാമർശിച്ചല്ലോ. ഏത് സഖ്യത്തിന്റെ അല്ല, നിങ്ങൾ എന്ത് മെറിറ്റാണ് ചർച്ച ചെയ്യുന്നത്? ആ കവിത പറഞ്ഞ ആ 2 കൊല്ലമായിട്ട് രേവന്ത് റെഡ്ഡി പറഞ്ഞ ഒരു കാര്യവും നടപ്പാക്കിയിട്ടില്ല. ഞാനിപ്പോ എണ്ണമറ്റ 6 പറഞ്ഞല്ലോ. ഇതിൽ ഏതെങ്കിലും നടപ്പാക്കിയെന്ന് താങ്കൾ തെളിയിക്കേ. നിങ്ങൾ പഴയ സഖ്യത്തിനൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഇടതുപക്ഷ വിരുദ്ധത തിളച്ചുകൊണ്ടിരിക്കുക. ദീപ്തി മേരി പറയേണ്ട കാര്യമല്ലല്ലോ താങ്കൾ പറയുന്നത്. തർക്കത്തിനില്ല. കാരണം അല്ല, ഒറ്റ മിനിറ്റ്. കവിത അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുവാനും എന്റെ സമയത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഞാൻ പറയുന്നത്. ഇടതുപക്ഷ വിരുദ്ധതയും പിണറായി വിരുദ്ധതയും കിടന്ന് തിളയ്ക്കുമ്പോ താങ്കൾക്ക് ഇങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോകും. ഒറ്റ വികസനവും ചർച്ച ചെയ്യേണ്ട, ക്ഷേമവും ചർച്ച ചെയ്യേണ്ട, പ്രകടന പത്രികയും ചർച്ച ചെയ്യേണ്ട. ആ പിണറായി വിരുദ്ധത എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം ചർച്ച ചെയ്യണം. നിങ്ങൾ ചർച്ച ചെയ്തോ? ഒറ്റ മിനിറ്റ്. നേട്ടങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളാണെന്നേ. അത് അങ്ങോട്ട് പിന്നെ ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് അത് പറയാൻ അവസരം തന്നെ. ഇതെന്താണ് ഇപ്പൊ ഇതിന്റെ കാര്യം? വികസനം നിങ്ങൾ നടപ്പാക്കിയെങ്കിൽ നല്ല കാര്യം, നിങ്ങൾക്ക് അത് വോട്ടായി വരും. ഒന്നും വേണ്ട. ഒറ്റ മിനിറ്റ്. വല്ലപ്പോഴും സമയം കിട്ടുമ്പോ ഈ സ്റ്റുഡിയോ നിന്ന് പുറത്തിറങ്ങിയിട്ട് എന്താ സമൂഹത്തിൽ നടക്കണമെന്ന് നോക്ക്. നിങ്ങൾ എന്താ പറഞ്ഞത്? നരേന്ദ്രമോദിക്ക് മറുപടി പറഞ്ഞില്ല, അമിത്ഷായ്ക്ക് മറുപടി പറഞ്ഞില്ല. ഒന്ന് നോക്ക്. 14 ജില്ലയിലും 14 ജില്ലയിലും ഒറ്റ മിനിറ്റ്. ഈ ചർച്ചയിൽ തുടരാൻ കഴിയില്ല. നിങ്ങൾക്ക് പിണറായി വിരുദ്ധത തലയ്ക്ക് പിടിച്ച ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായി. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ചർച്ചയിൽ തന്നെ ഇറങ്ങിയേക്കാം. ഒറ്റ കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പറഞ്ഞ എല്ലാ വിരുദ്ധ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അമിത്ഷാ എന്റെ നാട്ടിൽ, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി കേന്ദ്രീകരിക്കുന്ന കുന്നത്ത് നാട്ടിൽ വന്ന് നിരവധി വർഗീയ പരാമർശങ്ങൾ നടത്തി. പിറ്റേ ദിവസം തന്നെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ അവിടെ കൃത്യമായി നമ്മുടെ വൃന്ദ കാരാട്ട് വന്ന് മറുപടി പറഞ്ഞു. ഈ കേരളത്തിന്റെ തെരുവീതികളിൽ ആരൊക്കെ ഈ കേരളത്തിന്റെ സംസ്കാരത്തിനെതിരെ, വികസനത്തിനെതിരെ, ക്ഷേമത്തിനെതിരെ, വർഗീയ അജണ്ടയുടെ ഭാഗമായി മതനിരപേക്ഷ കാഴ്ചപ്പാടിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ? കൃത്യമായി ഉരുളയ്ക്ക് ഉപ്പേരി എന്ന രൂപത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം 5 പൊതുയോഗങ്ങളിൽ കഴിഞ്ഞ 14 ദിവസമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി 70 പൊതുയോഗങ്ങളിലാണ് 14 ജില്ലയിൽ പങ്കെടുത്തത്. അത്തരത്തിൽ പങ്കെടുത്ത ഒരു നേതാവിനെ UDF-ന്റെ ഭാഗത്തുനിന്ന് കാണിച്ചു തരാമോ? ഈ പറവൂർ മണ്ഡലത്തിൽ നിന്ന് എത്ര ദിവസം ഈ സാക്ഷാൽ VD സതീശൻ പുറത്തുപോയി? അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് എത്ര ദിവസം പുറത്തുപോയി? ഒരാളും പോയിട്ടില്ല. അത്തരത്തിൽ വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഇടതുപക്ഷത്തെ വിമർശിക്കാൻ വേണ്ടി നിങ്ങൾ അത് പറഞ്ഞോ ഇത് പറഞ്ഞോ എന്ന് പറയുന്നത് നിങ്ങൾ ഉറക്കം നടിക്കുകയാണ്. അതിന് മറുപടിയില്ല. അടുത്ത ചോദ്യത്തിന് കൂടി മറുപടി പറയൂ, അതിനുശേഷം ദീപ്തിയിലേക്ക് പോകാം. ഞാൻ ചോദിച്ച കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ ഇവിടെ കോടതിയിൽ പോയി വാദിച്ച്, കോടതിയിൽ പോയി വാദിച്ച് സ്വന്തമായി വക്കീൽ ഓഫീസ് ഉള്ള ആൾ, പിന്നെ ബാക്കി വക്കീലന്മാർക്കൊക്കെ ഇന്ന് ചോദിച്ചില്ലോ, സ്വരാജ് ചോദിച്ചില്ലേ ബാക്കി വക്കീലന്മാർക്കെല്ലാം പച്ചക്കറി കടയാണോന്ന്? സ്വന്തമായി വക്കീൽ ഓഫീസുള്ള ആൾ വാദിച്ച് കോടതി നിഷ്കരണം തള്ളി. നിങ്ങൾക്കറിയോ 15 കേസാ തള്ളിയത്. അങ്ങ് തോട്ടപ്പള്ളി മുതൽ തുടങ്ങിയ ഞാൻ സമയം കിട്ടിയാ പറയാം 15 ഈ കഴിഞ്ഞ ഒരാഴ്ച ഓടിയില്ല. കള്ളത്തരം, ഒരു കള്ളത്തരം ഇല്ല. മാത്യു കുഴൽനാടനാണ് ഇതിലും വലിയ ഓഡിയോ കൊണ്ടുവരും. അതായത്
താങ്കൾ തെളിയിക്ക്. മാത്യു കുഴൽനാടനാണ് സുപ്രീം കോടതി രേഖ ചോദിച്ചപ്പോ ഫയൽ മേടിച്ച് കക്ഷത്തിൽ വെച്ച് ഓടി രക്ഷപ്പെട്ടിട്ട് 3 മാസമായി. ഇനി മിണ്ടിയ 10 ലക്ഷം രൂപ തനിക്ക് ഫൈൻ ഇടുമെന്ന് പറഞ്ഞപ്പോ പിന്നെ കോടതിയുടെ എഴുതി കാണിക്കുമ്പോ പേടിച്ച് ഭയപ്പെടുന്ന മാത്യു കുഴൽനാടനാ. അതുകൊണ്ട് കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ തോൽവിയുടെ വക്കത്ത് നിൽക്കുമ്പോ പലതും കൊണ്ടുവരും. അത് ഒരു അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയും.